ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. 30ാമത് മാമാങ്ക മഹോത്സവത്തിന് തുടക്കമായി. വള്ളുവനാടിന്റെ കിഴക്കൻ അതിർത്തി ഗ്രാമമായ പാലക്കാട് എടത്തറ വടക്കേ കൂട്ടാലപ്പീടിയക്കൽ 269 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്ര സംഭവത്തെ പുനരാവിഷ്കരിച്ചായിരുന്നു തുടക്കം. ഈ മാസം 28 വരെ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കടവിലെ ചരിത്ര പ്രസിദ്ധമായ കൂരിയാൽ ചുവട്ടിലാണ് മാമാങ്ക മഹോത്സവം നടക്കുന്നത്. എടത്തറ കൂട്ടാലപ്പടിക്കൽ നിന്ന് നിളമണപ്പുറത്ത് നടക്കുന്ന മാമാങ്കത്തിൽ വള്ളുവനാട്ടിന്റെ മാനം കാക്കാൻ പോകുന്ന ചാവേറുകൾ പടയർക്കുളത്തിൽ കുളിച്ച് കാളപ്പുറത്ത് അരിയും കൂട്ടാൻ വെക്കാനുള്ളതും മറ്റും വെച്ച് കെട്ടി പുറപ്പെടുന്നതാണ് വീണ്ടും പുനരാവിഷ്കരിച്ചത്. തുടർന്ന് വടക്കേ കൂട്ടാലൻ നേർ തറവാട്ടിലെ മുതിർന്ന അംഗം രാജശേഖരൻ ഉണ്ണിയും പത്നി ഐവാവേദിയും അടുത്ത വർഷത്തെ ഉത്സവത്തിനുള്ള പണക്കിഴി കൈമാറി. തൃപ്രങ്കോട് കോവിലകത്തെ അമ്പോറ്റി തമ്പുരൻ മാനവേന്ദ്രവർമ്മ യോഗാതിരിപ്പാട് മാമാങ്ക മഹോത്സവ സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടി രവീന്ദ്രന് അംഗവാൾ കൈമാറി. പരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി ദീപപ്രകാശം നടത്തി. പരളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ MP ചെമ്പകവല്ലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MM ലക്ഷ്മണൻ, KP പ്രേമ, പ്രോഗ്രാം കോർഡിനേറ്റർ TP ജുഗേഷ്, ചിറക്കിൽ ഉമ്മർ, E രാമചന്ദ്രൻ, ഉള്ളാട്ടി രവീന്ദ്രൻ, MK സതീഷ് ബാബു, KK അബ്ദുൾ റസാഖ് ഹാജി, കാടാമ്പുഴ മൂസക്കുരുക്കൾ, രാമചന്ദ്രൻ വള്ളിക്കാട് എന്നിവർ സംസാരിച്ചു. പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം സത്യത്തിന് കൂട്ടുനിൽക്കും, അല്ലെങ്കിൽ സത്യം ഒരിക്കലും മറച്ചു വെച്ചാൽ മറിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയായിരുന്നു. കാരണം അരീട്ടുവാഴ്ച നടത്താൻ ഞങ്ങൾ പൂർവികം അന്വേഷിച്ചു പോകും. ആ രേഖകളൊക്കെ ശരിയാക്കി പൂർവികം അന്വേഷിച്ച് അരീട്ടുവാഴ്ച നടത്തി. കഴിഞ്ഞ 2 വർഷം മുമ്പായിരുന്നു അരീട്ടുവാഴ്ച നടത്തിയത്. അപ്പോൾ പ്രത്യേകിച്ച് പറയും, ഞങ്ങളുടെ തലച്ചന്നോൻ എന്ന സ്ഥാനം വഹിച്ചിരുന്നത് ഉള്ളാട്ട് പണിക്കന്മാരാണ്. പ്രത്യേകിച്ച് 4 പണിക്കർ വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ ഉള്ളാട്ട് പണിക്കർക്ക് തലച്ചന്നോർ എന്നൊരു സ്ഥാനമുണ്ട്. കാരണം ഞങ്ങൾക്ക് വെള്ളുവ കോനാതിൻ്റെ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ഈ 2 വട്ടത്തുനാട് ചെറുതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ ചരിത്രത്തിൽ പലതും ഉണ്ട് എങ്കിലും, അപ്പോൾ ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്ന് അറിയാനല്ലാതെ ആ തലച്ചെന്നവരുടെ വംശപ്പുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല കേട്ടോ. പക്ഷേ ആ അരീട്ടുവാഴ്ച നടത്തുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ അവകാശ സ്ഥാനത്തുള്ള വ്യക്തി ആ സദസ്സിൽ വന്നിട്ട് എടുത്തു പറയണ്ടായി, ഞങ്ങളാണ് ഈ തലച്ചെന്നോർഷ സ്ഥാനത്തുള്ളത്, ഞങ്ങളത് വിട്ടുകൊടുക്കില്ല. ആ അരീട്ടുവാഴ്ച സമയത്ത് വന്ന് ആ സ്ഥാനത്ത് തന്നെ നിന്ന് അതൊരു വലിയൊരു, കാരണം അപ്രതീക്ഷിതമായി നടന്ന ഒരു വലിയൊരു ചരിത്ര മുഹൂർത്തം.